മംഗളാദേവി ക്ഷേത്രം കുമളി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തേക്കടി വനത്തിൻ്റെ ഉള്ളിൽ 14 കിലോമീറ്റർ ഉള്ളിൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ഈ മംഗളാദേവി തീർത്ഥാടനം എന്ന് പറയുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമേ അതിന് അവസരമുള്ളൂ, ചൈത്ര പൗർണമി ദിവസത്തിൽ. അപ്പം ഈ വർഷം തന്നെ പോകാൻ തീരുമാനിച്ചു. അതിരാവിലെ തന്നെ അവിടെ തേക്കടിയിലെത്തി അവിടെ നിന്ന് ട്രക്കിംഗ് ആരംഭിച്ചു. നമുക്കവിടെ ജീപ്പിന് പോകാം. 150 രൂപയാണ്. വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, വളരെ കർശനമായ ചെക്കിംഗ് പരിശോധനകൾ. ഒരു മിഠായി കടലാസ് പോലും പ്ലാസ്റ്റിക്കുകളൊന്നും അകത്ത് പോകാത്ത വിധത്തിൽ വളരെ കർശന പരിശോധനകളൊക്കെ ഉണ്ട്. ഏകദേശം വലിയൊരു ഫോഴ്സിനെ തന്നെ അവിടെ സർക്കാരുകൾ, തമിഴ്നാടും കേരള സർക്കാർ, 2 സർക്കാരും കൂടെ കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ വളരെ കർശനമായ പരിശോധനകളും എല്ലാം ഉണ്ട്. യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളോ ഒന്നും അകത്തേക്ക് വിടാത്ത വിധത്തിൽ ആണ് കർശന പരിശോധനകളുള്ളത്. പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, റവന്യൂ, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയൊന്നും വേണ്ട, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വൻ വിന്യാസം തന്നെ അവിടെയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ജീപ്പുകളിൽ പോകാം. 150 രൂപയാണ് പെർ ഹെഡ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പ് ഹയർ ചെയ്ത് 4200 രൂപയാണ്. ഇതൊന്നും അധിക റേറ്റൊന്നും മേടിക്കുന്നില്ല കേട്ടോ. അതൊക്കെ വളരെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. തുടക്കത്തിൽ കുറേ ദൂരം ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഷോല വനങ്ങളാണ്. വളരെ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ, അതായത് മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരം കൊണ്ട് മാത്രം കാലുകുത്താൻ കഴിയുന്ന എല്ലാ ജീവജാലങ്ങളും, നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ ഇറക്കി വിട്ട കാടാണ്. അവിടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു അവസരം തന്നെയാണ് തീർച്ചയായിട്ടും. ജീപ്പിന് പോകാം, പക്ഷേ ശരിക്കും ഈ യാത്രയുടെ ഒരു റിയൽ ഫീല് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടന്നു തന്നെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. 14 കിലോമീറ്റർ ഉണ്ട്. കുറേ ദൂരം ഈ ഷോലവനങ്ങൾ കഴിയുന്നത് വരെ ഇങ്ങനെ ഏറെക്കുറെ വലിയ കയറ്റിറക്കങ്ങളില്ലാതെ പ്ലെയിനായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് 9 കിലോമീറ്ററും കൂടെ ഉണ്ട്. മനുഷ്യർ കടന്നു വരാത്ത സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ തീർച്ചയായിട്ടും വൻ മൃഗ സാന്നിധ്യങ്ങൾ, എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഉള്ള സ്ഥലമാണ്. ടൈഗർ ഫോറസ്റ്റ് അല്ലേ. പിന്നെ കുറച്ച് മുമ്പ് കണ്ടില്ലേ ഇതൊക്കെ കിടക്കുന്നത്, നമ്മുടെ റിക്കവറി വെഹിക്കിൾ. കാരണം ഒരു ജീപ്പ് പണി മുടക്കിയാൽ തന്നെ ആ റൂട്ട് വിഷയമാകും. അപ്പോൾ അതൊക്കെ പിക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് പോകുന്നത്. ഒരുപാട് പേര് നടക്കുന്നുണ്ട്, കുറേ പേര് ജീപ്പിൽ പോകുന്നുണ്ട്. വഴി നീളെ കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഈ മിനറൽ വാട്ടർ കുപ്പിയൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അല്ലാത്ത ഡിസ്പോസിബിൾ അല്ലാത്ത ബോട്ടിൽസ് കൊണ്ടുപോകാം. ഇടയ്ക്കെല്ലാം ഫോറസ്റ്റും പോലീസും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ ക്യാമറകളോ ആക്ഷൻ ക്യാമറകളൊന്നും അനുവദിക്കില്ല. മൊബൈൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന മൊബൈലിലാണ്. അതിൻ്റെ ചെറിയ പോരായ്മയുണ്ട്. നമ്മൾ ഈ 4Kയിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ പോരായ്മയുണ്ട്. തൽക്കാലം അത് ക്ഷമിക്കുക, മറ്റു മാർഗ്ഗമില്ല. ഓക്കെ. എന്താണെന്നുണ്ടെങ്കിലും വിവിധ പ്രായക്കാർ, ഈ ഭക്തിയുടെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ പ്രായമുള്ള അമ്മച്ചിമാർ വരെ വടിയൊക്കെ കുത്തിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്ക് എന്തോ ചെറിയൊരു എമർജൻസി ഉണ്ടായെന്ന് തോന്നുന്നു. ഒരു ആംബുലൻസ് ഒച്ചയൊക്കെ ഇട്ട് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ കരുതലുകളും തീർച്ചയായിട്ടും അവിടെ ഉണ്ട് കേട്ടോ. കാരണം രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് കൃത്യമായിട്ട് അവസാനിക്കുന്ന വർഷത്തിലെ ഒരേ ഒരു ദിവസത്തെ പരിപാടിയാണിത്. ഈ വർഷം ഈ വണ്ടിയുടെ ആധിക്യം കൊണ്ട് ദീർഘദൂരം കിലോമീറ്ററൊക്കെ നീളുന്ന വിധത്തിൽ ജീപ്പുകളുടെ നീണ്ട നിര തന്നെ ബ്ലോക്കിൽ പെട്ട് കിടക്കും. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ എരമ്പലും ഡീസലിൻ്റെ പുകയൊക്കെ ഉണ്ട്. ഇതൊക്കെയല്ലേ മാർഗമുള്ളൂ എന്താണെങ്കിൽ. വഴിനീളെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറയ്ക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്.
അങ്ങനെ നമ്മൾ ഈ ഷോലവനങ്ങളിലൂടെ അങ്ങ് വരുമ്പോൾ അകലെ മൊട്ടക്കുന്നിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ക്ഷേത്രവും അങ്ങോട്ടേക്ക് ഈ റോഡ് ഇങ്ങനെ ചെറിയ ഉറുമ്പിൻ കൂട്ടം പോലെ ജീപ്പുകൾ കയറി പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് തൊട്ട് കയറ്റമാണ്. ഒരു ചരിത്രബന്ധിയായ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആ ചരിത്രം എന്താണ് അല്ലെങ്കിൽ ഐതിഹ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോയാലേ നമുക്ക് ആ യാത്രയ്ക്കൊരു ത്രില്ല് വരും. ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, സംഘകാലത്തെ അതായത് ഏകദേശം 2000 വർഷത്തിന് മുമ്പ് ക്രിസ്തു വർഷം 2-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന ചിലപ്പതികാരം എന്ന തമിഴിലെ ഒരു ക്ലാസിക് നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു മിത്താണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പിന്നിലുള്ളത്. അതായത് അതിൻ്റെ കഥ ഇതാണ്. കണ്ണകി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പുകാർ എന്ന് പറയുന്ന നഗരത്തിലെ ഒരു വലിയ സമ്പന്നൻ്റെ മകനായിരുന്നു കോവലൻ. കോവലൻ്റെ ഭാര്യയായിരുന്നു കണ്ണകി. അവരങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാധവി എന്ന് പറയുന്ന ഒരു ഗണിക സ്ത്രീയുമായിട്ട് കോവലൻ ചങ്ങാത്തത്തിലായി. എന്താണെന്നുണ്ടെങ്കിലും കോവലൻ്റെ മൊത്തം സമ്പത്തും കോവലൻ അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുകയും മാധവിയുടെ കൂടെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ കോവലൻ്റെ മൊത്തം സമ്പത്തും മാധവി അടിച്ചു മാറ്റി കോവലൻ പാപ്പരായി. അങ്ങനെ കോവലൻ തിരിച്ചു വരുമ്പോഴും കണ്ണകി വന്നിട്ട് അദ്ദേഹത്തെ ഒരു പതിവ്രതയായ സ്ത്രീ എന്ന നിലയിൽ ഗാർദവമായിട്ട് സ്വീകരിച്ചു. അപ്പോൾ കണ്ണകിയുടെ കയ്യിൽ ആകെയുള്ളതൊരു ചിലമ്പാണ് സ്വത്തായിട്ട്. അപ്പോൾ ആ സ്വത്ത് ആയിട്ടുള്ള ചിലമ്പ് കോവലന് കൊടുത്തിട്ട് അത് മധുരയെ കൊണ്ടുപോയി വിൽക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ ചോള പാണ്ഡ്യ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്നും കൂടെ ഓർക്കണം. അങ്ങനെ മധുരയെ കൊണ്ട് വിൽക്കാനായിട്ടുണ്ട്. അപ്പോൾ ഗതികേടിന് ആ സമയത്ത് മധുര രാജാവിൻ്റെ പെണ്ണും പിള്ളയുടെ ചിലമ്പ് കാണാണ്ടുപോയി. അപ്പോൾ ഇത് കൊണ്ട് വിൽക്കാനായിട്ട് ചെന്നോ പട്ടാളക്കാരാരാണ്ട് കണ്ടുപോയി, ഇത് നമ്മുടെ രാജ്ഞിയുടെ ചിലമ്പാണല്ലോ എന്നും പറഞ്ഞ് കോവലൻ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് കോവലിനെ പിടിച്ചുകൊണ്ട് വരികയും രാജാവ് അത് വിശ്വസിക്കുകയും ചെയ്തിട്ട്, അപ്പോൾ കോവലൻ പറയുന്നുണ്ട് ഇതല്ല ഇതിൻ്റെ ഭാര്യയുടെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിശ്വസിച്ചില്ല. എന്താണെന്നുണ്ടെങ്കിലും കോവലനെ പട്ടാളക്കാർ വധിച്ചു. അതറിഞ്ഞ് കോവാകുലയായ കണ്ണകി വന്നിട്ട് മധുര രാജസദസ്സിലെത്തി പൊട്ടിത്തെറിച്ച് തൻ്റെ സ്വന്തം ചിലമ്പ് എറിഞ്ഞുടച്ച്, അപ്പോൾ അതിൽ മൊത്തം വജ്രങ്ങളാണ്, മറ്റതിൽ മുത്തുകളായിരുന്നു. അങ്ങനെ തെളിയിച്ച് എന്നും മധുരാ നഗരം കോപാഗ്നിയിൽ ചുട്ട് ചാമ്പലാക്കി. ചില കഥകളിലൊക്കെ മുലയറുത്തെറിഞ്ഞു, അങ്ങനെ മധുരാ നഗരം കത്തി ചാമ്പലായി, അങ്ങനെയും കഥകൾ പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മധുര രാജാവും രാജ്ഞിയും പശ്ചാത്താപരവശരായി ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ആ രാജ്യത്ത് നിൽക്കാതെ ചോള രാജാക്കന്മാരുടെ സാമ്രാജ്യമായ സ്ഥലത്തേക്ക്, അതൊക്കെ ഈ പ്രദേശമൊക്കെ അന്ന് ചോള രാജ്യമായിരുന്നു അത്ര, അങ്ങനെ വന്ന് വഞ്ചിമല എന്ന് പറയുന്ന മലനിരകളിലൂടെ നടന്ന് ഈ പറയുന്ന ഈ മംഗളാദേവി ക്ഷേത്രം ഇന്നിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നെന്നും ആ സമയത്ത് അത് അന്നത്തെ ഗോത്രവർഗ്ഗക്കാർ കണ്ടെന്നും അവരുടെ സാന്നിധ്യത്തിൽ ഈ കണ്ണകി വന്നിട്ട് സ്വർഗാരോഹണം നടത്തി എന്നൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ഒരു ഐതിഹ്യം. എന്താണെങ്കിലും 2-ാം നൂറ്റാണ്ടിൽ ചെങ്കുട്ടവൻ എന്ന് പറയുന്ന ചോള രാജാവാണ് ഇത് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യകഥ. അപ്പോൾ ഇത് കേരള തമിഴ്നാട് സംസ്ഥാന രൂപീകരണ സമയത്ത് ഇതിൻ്റെ അവകാശത്തെക്കുറിച്ച് തർക്കമുണ്ടാകുകയും അപ്പം അന്നുണ്ടായ ധാരണ പ്രകാരം വർഷത്തിൽ ഒരു ദിവസം ഇവിടെ പൂജ നടത്തുമ്പോൾ തമിഴ്നാടിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2 കൂട്ടരുടെയും പൂജകൾ ഇവിടെ നടത്താം എന്നൊക്കെ തീരുമാനമെടുത്തു. ഇതായിപ്പോൾ നോക്കൂ, അങ്ങ് താഴെ കണ്ടില്ലേ, അത് കാണുന്ന ലോവർ ക്യാമ്പാണ്. നമ്മൾ കമ്പം കുമളിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ലോവർ ക്യാമ്പാണ് അവിടെ കാണുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു വഴിക്കോടെ താഴെ ലോവർ ക്യാമ്പിൽ നിന്ന് 9 കിലോമീറ്റർ ട്രക്ക് ചെയ്തും മേളിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. പിന്നെ അകലെയായിട്ട് ആ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഈ വർഷമൊക്കെ ഓരോ വർഷവും കൂടുന്തോറും ഈ സോഷ്യൽ മീഡിയയുടെ ഇതൊക്കെ വെച്ചിട്ട് വലിയ തിരക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ ഒരു മലയുടെ റിഡ്ജ് പോലുള്ളൊരു സ്ഥലമാണ്. ഒരു വശത്ത് തമിഴ്നാട്, ഒരു വശത്ത് കേരളമൊക്കെ ആയിട്ടാണ് പോകുന്നത്. നീണ്ട വാഹനനിരയുടെ ബ്ലോക്കാണ് ഈ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ വണ്ടിയിൽ വന്ന ആളുകൾ തന്നെ മിക്കവാറും ഇറങ്ങി നടക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് 14 കിലോമീറ്റർ ആഘോഷമായിട്ട് നടക്കുക തന്നെയാണ് അതിൻ്റെ ഒരു രസം. മുകളിൽ ശോലവനങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കാണ്. ഇവിടുന്ന് പിന്നെ ഒരു ക്യൂ വെച്ചിട്ട് ഇത് നിയന്ത്രിക്കുന്നുണ്ട്.
അങ്ങനെ ഈ ക്യൂവിൽ ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും ക്യൂ നിൽക്കുന്ന ഒരാളല്ല, പക്ഷേ ഈ ചരിത്ര സ്മാരകം കാണാനുള്ള കൗതുകം കൊണ്ട് ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ക്യൂ നിന്നു. നല്ല തിരക്കായിരുന്നു ഉച്ച സമയത്ത്. അങ്ങനെ പോയി ഈ കല്ലുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകളൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മലയിലെ കല്ലുകളല്ല, അത് ചുമന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പലപ്പോഴും പല ചരിത്ര നിർമ്മിതികളും പഴയതൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് അത്ഭുതം തോന്നുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം പുറത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള കല്ലുകളാണ്. അവിടെ 2 പന്തലുകളിലായി തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇതിലൊക്കെ ചരിത്ര കൗതുകങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ ഈ പ്രകൃതി ഭംഗിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ കണ്ണുകൾ മിക്കവാറും അതിൽ തന്നെയായിരുന്നു. അത് കോവലൻ്റെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. 2 കൂട്ടരും പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ചുറ്റിക്കണ്ട് അത്യാവശ്യം മൊബൈൽ ക്യാമറയിൽ പകർത്തി അവിടെ നിന്ന് നല്ല ക്യൂ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ക്ഷേത്രം തകർക്കപ്പെട്ടത് എങ്ങനെയെന്നറിയില്ല. മിക്കവാറും രാജാക്കന്മാർ തമ്മിലുള്ള ഈ പല സാമ്രാജ്യങ്ങൾ മാറി വന്ന സമയത്തുള്ള പ്രശ്നങ്ങളായിരിക്കണം. കാരണം ഇത് ചെങ്കുട്ടവൻ്റെ അവരുടെ രാജവംശത്തിൻ്റെ കാലത്ത് നിന്ന് പിന്നീട് ഇത് പൂഞ്ഞാർ രാജവംശത്തിൽ വന്നു, പിന്നെ തിരുവിതാംകൂറിൽ വന്നു. അങ്ങനെയാണ് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലോട്ട് നമ്മളുടെ കേരളത്തിൻ്റേതായിട്ട് ഇത് മാറുന്നത്. അതാണെങ്കിലും പയ്യെ തിരിച്ചു മടങ്ങാം. വലതു സൈഡിൽ കണ്ടില്ലേ തമിഴ്നാടിൻ്റെ സമതല പ്രദേശങ്ങളുടെ ഭംഗി. ഈ മൊട്ടക്കുന്നുകളെ ചുറ്റി എപ്പോഴും ആനകളും കാട്ടുപോത്തുമൊക്കെ എല്ലാ ദിവസവും മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് ജനപ്പെരുപ്പത്തിൽ അവരെല്ലാം കാട്ടിലോട്ട് പയ്യെന്ന് വലിഞ്ഞു. ദേഷ്യമൊക്കെ തന്നെ ഉണ്ടാവും അവർക്ക്. അങ്ങനെ ഇനി നമുക്ക് പയ്യെ താഴോട്ടിറങ്ങാം. ഞങ്ങളൊരു ജീപ്പിന് വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഒരുപാട് നേരം നിന്നിട്ടും കിട്ടുന്നില്ല, അതുപോലെ തിരക്കല്ലേ. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്കങ്ങ് നടക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. താഴോട്ട് പയ്യെ അങ്ങ് ഇറങ്ങി തുടങ്ങി. പിന്നെ ഇത്രയധികം വണ്ടികൾ, ഒരു 10-600-700 ജീപ്പെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ വാഹനങ്ങളിൽ നിരന്തരം ഓടി ഉച്ച കഴിയുമ്പോഴത്തേക്ക് പൊടി അങ്ങ് പറന്നിട്ട് അത് ഇത്തിരി കടുപ്പാണ് കേട്ടോ. ഒരു മാസ്ക് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഉള്ള ബനിയനും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ്. അതുപോലെ പൊടിയാണ് പറക്കുന്നത്. കാരണം മഡ് റോഡല്ലേ, കാട്ടുവഴിയല്ലയോ. അത് വന്നിട്ട് ഇങ്ങനെ വണ്ടികൾ നിരന്തരം ഓടുമ്പോഴേ ഉള്ള പ്രശ്നം. എന്താണേലും ഞങ്ങൾക്കൊരു 6-7 കിലോമീറ്ററോ മറ്റോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജീപ്പ് കിട്ടി. അപ്പോൾ കയ്യും കാലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ ആ ജീപ്പിലിരുന്നുള്ള സന്തോഷത്തോടു കൂടി ആ ഷോലവനങ്ങളിലൂടെ തിരിച്ച് ഞങ്ങൾ തേക്കടിയിലെത്തി. എന്താണെന്നുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കുന്നത് വളരെ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഈ ഒരു ടൈഗർ റിസർവിൻ്റെ അകത്തും ഇത്ര മനോഹരമായ ഭൂപ്രകൃതിയിലൊക്കെ ഒരിക്കലും സന്ദർശിക്കാൻ കിട്ടുന്ന ഏക അവസരമാണ് ഈ ചിത്രാ പൗർണമി ദിവസത്തിലെ മംഗളാദേവി തീർത്ഥാടന യാത്ര. അത് പ്രകൃതി ദേവിയെ കൂടി കണ്ടറിയാനുള്ള സാഹിത്യപരമായിട്ട് പറഞ്ഞ ഒരു വലിയ അവസരം കൂടിയാണ്. എന്താണേലും സന്തോഷം. എല്ലാവർക്കും നന്ദി.